ഹായ് ഓൾ, എഡ്യൂസൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്റ്റീവ് അറ്റൻഷൻ്റെ കുറച്ച് തിയറീസാണ്, അതായത് മേജർ തിയറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിന് ഈ എൻവയോൺമെൻറ്റിൽ നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നൊക്കെ. ഇപ്പം നമ്മളൊരു തിരക്കിട്ട് ഭയങ്കര നോയ്സ് ഉള്ളൊരു സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ ബ്രെയിന് നമുക്ക് എടുത്തു തരുന്നു, ആവശ്യമില്ലാത്തതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവിനെ നമ്മൾ പറയുന്നതാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന്. നമ്മളുടെ എബിലിറ്റീനെ പറയുന്നതാണ്, ആ ഒരു എബിലിറ്റീനെ നമ്മൾ പറയുന്നതാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന്. സോ ഇതിൽ കുറച്ച് സെലക്റ്റീവ് അറ്റൻഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് തിയറീസൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരു 4 തിയറീസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ് തിയറി ഈസ് ബ്രോഡ്ബാൻഡ് ഫിൽട്ടർ തിയറി. ഈ തിയറി 1958 വന്നതാണ്. ഇതിൽ പറയുന്നത് നമ്മൾ ഇൻഫോർമേഷനൊക്കെ നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷനൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ്. അപ്പോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വോളിയം, ഇപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ വരുമ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ പിച്ച് എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ നമ്മൾ ഫർദർ പ്രോസസ്സ് ചെയ്യുന്നു. എല്ലാത്തതിനെ നമ്മൾ ഒരു ഫിൽട്ടർ വെച്ച് അവിടെ സ്റ്റക്ക് ചെയ്യിപ്പിക്കുക എന്നാണ് ബ്രോഡ്ബാൻഡ് പറയണത്. ഓക്കെ, അപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ലെക്ചർ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ എന്താണ്, നിങ്ങൾ വീഡിയോയിലെ വോയിസിന് മാത്രമാണ് ശ്രദ്ധ കൊടുക്കുന്നത്, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സിനൊക്കെ ഫിൽറ്റർ വെച്ച് ഒഴിവാക്കുന്നു എന്നാണ് ബ്രോഡ്ബാൻഡ് തിയറി പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് സെലക്റ്റീവ് അറ്റൻഷൻ നടക്കുന്നതെന്നാണ് ബ്രോഡ്ബാൻഡ് പറയുന്നത്. പക്ഷേ ഇതിന് കുറച്ച് ക്രിറ്റിസിസം ഒക്കെ വന്നു. അതായത് ഒരു കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിനൻ ഉണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിംപിളി നമ്മളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ടാണ് സംസാരിച്ച് നിൽക്കുന്നത്. അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അപ്പുറത്തെ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ അവരെ ആരെയും ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ, പക്ഷേ അപ്പുറത്തെ ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ പേര് കേൾക്കുകയാണ്. സോ അതെന്താണ്, ഒരു പേഴ്സണൽ സിഗ്നിഫിക്കൻസ് നമുക്ക് തരുന്നൊരു സാധനമാണ് നമ്മളെ പേര് എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ ആ പേര് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോവുക. അപ്പോൾ അൺഅറ്റൻഡഡ് ഇൻഫോർമേഷൻ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധ കൊടുത്തു, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ബ്രോഡ്ബാൻഡിന് പറ്റിയിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബ്രോഡ്ബാൻഡിന് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അറ്റൻഷനെ ഓവർ സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്, ഇപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് സൈമിൾട്ടേനിയസ്ലി പ്രോസസ്സ് ചെയ്യേണ്ടി വരും പല ഇൻഫോർമേഷൻസും. അതൊക്കെ എങ്ങനെയാണ്, ആ ഒരു സംഭവങ്ങളൊന്നും തന്നെ ബ്രോഡ്ബാൻഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. So moving to next, ട്രൈസ്മാൻസ് അറ്റന്യൂഷൻ തിയറി 1964 ഈ തിയറി വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഫുള്ളി നമ്മളുടെ ഫിൽട്ടർ തിയറിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നൊരു തിയറിയാണ് അറ്റന്യൂഷൻ തിയറി എന്ന് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞത് ഫിൽറ്ററിങ് ഒന്നല്ല നടക്കുന്നത്, പകരം എന്താണ്, നമ്മൾ ഇൻഫോർമേഷൻ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലി ആണെങ്കിൽ നമ്മളവിടെ അറ്റന്വേറ്റ് ചെയ്യുന്നു, അതായത് പ്രോസസ്സ് ചെയ്യാതിരിക്കുന്നില്ല, വീക്കൺ ചെയ്യുകയും മാത്രമാണ് ചെയ്യുന്നത്. പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ലോവർ ലെവലിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, ബാക്കിയുള്ളത് ഹയർ ലെവലിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ ഹയർ ലെവലിൽ പ്രോസസ്സ് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് പ്രോസസ്സ് ചെയ്യും, പക്ഷേ ലോവർ ലെവൽ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സ്ട്രെങ്ത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. അല്ലാതെ ഫിൽട്ടർ ചെയ്ത് പ്രോസസ്സ് ചെയ്യാതെ ഇരിക്കുന്നില്ല എന്നാണ് അറ്റന്വേഷൻ തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയറിയിൽ കോക്ടെയിൽ പാർട്ടി എഫക്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നൊരു തിയറിയാണ് എന്ത്, ട്രൈസ്മാൻസ് അറ്റന്വേഷൻ തിയറി എന്ന് പറയുന്നത്. അൺഅറ്റൻഡഡ് മെസ്സേജ് ആണെങ്കിലും ആ അൺഅറ്റൻഡഡ് ഇൻഫോർമേഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മളുടെ പേര് നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷനിൽ ഒരു വേറെ ഗ്രൂപ്പിൽ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ അതാണ് കോക്ടെയിൽ പാർട്ടി ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന തിയറിയാണ് ട്രൈസ്മാൻസ് അറ്റന്വേഷൻ തിയറി. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ TV കാണുന്ന സമയത്ത് എന്താണ്, വേറൊരു റൂമിൽ നിന്ന് നമ്മളുടെ പേര് കേൾക്കാം. നമ്മൾ ഫുള്ള് TV-യിലായിരുന്നു ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്, പക്ഷേ പെട്ടെന്ന് വേറൊരു റൂമിൽ നിന്ന് നമ്മളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ റൂമിലോട്ട്, അവരുടെ വോയിസിലോട്ട് നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് അറ്റൻഷൻ കൊടുക്കും.
ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന് അങ്ങനെയൊക്കെ നമ്മൾ ബ്രെയിൻ ചെയ്യുന്നുണ്ട്, അറ്റൻവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫിൽറ്ററിങ് അല്ല എന്ന് പറഞ്ഞ തിയറിയാണ് ട്രൈസ്മാൻസ് അറ്റൻവേഷൻ തിയറി. ഇനി നെക്സ്റ്റ് ആണ് ഡച്ച് ആൻഡ് ഡച്ചിൻ്റെ ലേറ്റ് സെലക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇത് 1963 വന്നത്. ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിന് എല്ലാ ഇൻഫോർമേഷനും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് എല്ലാത്തിൻ്റെ മീനിങ് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫസ്റ്റ് ഏത് വേണം സെക്കൻഡ് ഏത് വേണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലാതെ ഫിൽറ്ററിങ് അല്ല. അപ്പോഴും ബ്രോഡ്ബാൻഡ് ഫിൽറ്ററിങ്ങിന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബ്രോഡ്ബാൻഡ് പോലെ ഫിൽറ്റർ ചെയ്യുന്നില്ല. പക്ഷെ എന്താണ്, നമ്മൾ എല്ലാത്തിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നു, എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്നുള്ള രീതിയിൽ ഏറ്റവും റെലവൻ്റ് ആയത് ഏതാണോ അത് നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് അങ്ങനെയാണ് പ്രോസസ്സിങ് നടക്കുന്നതെന്നാണ് ഡച്ച് ആൻഡ് ഡച്ച് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക്സും ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആക്ച്വലി അതിൻ്റെ ലിറിക്സ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല, നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. പക്ഷെ പെട്ടെന്നൊരു സമയത്ത് എന്താണ്, നിങ്ങൾ ആ ലിറിക്സ് പെട്ടെന്ന് സഡൻലി നിങ്ങൾ നോട്ടീസ് ചെയ്യാണ്. കാരണം എന്താ, ആ ലിറിക്സും നിങ്ങളും തമ്മിൽ എന്തോ ഒരു പ്രത്യേക മാച്ച് വന്നിട്ടുണ്ട്, നിങ്ങളുടെ മൂഡുമായിട്ട് എന്തോ ഒരു മാച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി, നമ്മൾ അവിടെ ആ ഒരു ലിറിക്സിൻ്റെ മീനിങ് നമ്മൾ അതായത് ഇപ്പോൾ പറഞ്ഞത് മീനിങ്ങുകൾ നമ്മൾ നോക്കിയിട്ടാണ് ഈ ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലിറിക്സ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ സ്റ്റിൽ ആ മീനിങ്ങുകളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തു, മോർ റെലവൻറ്റ് ഏതാണെന്ന് നോക്കി. അപ്പോൾ നിങ്ങളുടെ മൂഡുമായി മാച്ചുള്ള ലിറിക്സ് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു. മനസ്സിലായോ? അതാണ് ഡച്ചിൻ്റെ ലേറ്റ് സെലക്ഷൻ തിയറിയിൽ പറയുന്നത്. ഓക്കെ. എല്ലാം ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, ഏറ്റവും റെലവൻറ്റ് ഏതാണോ അത് നമ്മൾ ഫസ്റ്റ് അവെയർ ആവുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇവർക്ക് വന്ന ക്രിറ്റിസിസം എന്തായിരിക്കും, നമ്മളെ എൻവയോൺമെൻറ്റിൽ എന്തെല്ലാം ഇൻഫോർമേഷൻസ് ഉണ്ട്, ആ വരുന്ന എല്ലാ ഇൻഫോർമേഷൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും ഭയങ്കര ഹെക്റ്റിക് ആവും അല്ലേ നമ്മളെ ബ്രെയിനിന്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് സെൻസറി ഓവർലോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഓവർലോഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ എന്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, വൈ ഡോണ്ട് വി എക്സ്പീരിയൻസ് സെൻസറി ഓവർലോഡ് എന്നൊരു ക്വസ്റ്റ്യന് ഡച്ച് ആൻഡ് ഡച്ചിന് മറുപടി പറയാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ. അതവർക്ക് വന്നൊരു ക്രിറ്റിസിസം ആയിരുന്നു. ഇനി മൂവിങ് ടു ദി ലാസ്റ്റ് തിയറി, കാൻമാൻസ് കപ്പാസിറ്റി തിയറി. ഓക്കെ. ഇവർ പറയുന്നത് നമ്മളുടെ കപ്പാസിറ്റി ബേസിൽ 1973 ഈ ഒരു തിയറി വരുന്നത്. ഓക്കെ. ആ ഒരു ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി, ഡിഫിക്കൽട്ടി, നമ്മൾക്ക് അതിനോടുള്ള മോട്ടിവേഷൻ, അറോസൽ, ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നതെന്നാണ് കപ്പാസിറ്റി തിയറി പറയുന്നത് സിംപ്ലി. അപ്പോൾ ആ ഒരു ടാസ്ക് ഭയങ്കര കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് അറ്റൻഷൻ റിസോഴ്സസ് അവിടെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ അതല്ല, ആ ഒരു ടാസ്ക് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി, അതല്ലെങ്കിൽ കുറച്ച് കപ്പാസിറ്റി അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞൊരു തിയറിയാണ് കാൻമാൻസ് കപ്പാസിറ്റി തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളൊരു ഹെവി ട്രാഫിക് സമയത്തും ഒരു എംപ്റ്റി റോഡ് ഉള്ള സമയത്തും ഡ്രൈവ് ചെയ്യുന്ന സമയത്തും നമ്മൾ കോൺവെർസേഷൻ നടത്തുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എംപ്റ്റി റോഡിൽ നല്ല കൂളായിട്ട് നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ടാവും അല്ലേ ഡ്രൈവേഴ്സൊക്കെ. പക്ഷേ ഒരു ഹെവി ട്രാഫിക് വന്നു കഴിഞ്ഞാൽ അവർ മെല്ലെ ഒന്ന് സൈലൻ്റ് ആവും. അവരുടെ കോൺസെൻട്രേഷൻ ഫുൾ എന്തായിരിക്കും, നമ്മളുടെ ആ ഒരു റോഡും വണ്ടികളും ഒക്കെ ആയിരിക്കും അവരുടെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പം മെല്ലെ അവർ നാച്ചുറലി എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ തിയറിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മൾട്ടി ടാസ്കിങ് നമ്മളുടെ ഒരു പെർഫോമൻസ് റെഡ്യൂസ് ചെയ്യുന്നത്. ഡിമാൻഡ് കൂടുമ്പോൾ, ഒരു അറ്റൻഷൻ ഒരുപാട് കൊടുക്കേണ്ട സ്ഥലം വരുമ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിങ് ഡിഫിക്കൽട്ടി വരുന്നതിനെ കുറിച്ചാണ് കാൻമാൻസിൻ്റെ കപ്പാസിറ്റി തിയറി എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ. മൾട്ടി ടാസ്കിങ് എന്തുകൊണ്ട് നമുക്ക് ഡിഫിക്കൽട്ട് ആവുന്നു, അതെന്തുകൊണ്ടാണ് അറ്റൻഷൻ ചില സമയത്ത് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ടാണ് മൾട്ടി ടാസ്കിങ് ഒരു പെർഫോമൻസ് റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത 4 തിയറീസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ തിയറീസാണ്. ഇപ്പോൾ ഈവൻ എൻട്രൻസിന് പോലും പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരുന്ന 4 തിയറീസാണിത്.
സോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇപ്പോൾ ഫർദർ നിങ്ങൾക്ക് നോട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്തെങ്കിലും വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.